ഓപ്പറേഷൻ തൂഫാൻ ഇന്നലെയാണ് ഔദ്യോഗികമായി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പിടിച്ചെടുത്ത കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ, ലഹരി ഉൽപ്പന്നങ്ങളാണ്. അത് കത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, ഇത് കണ്ടിട്ട് ഒരു ഈ ഇഷ്ടിക ചൂളയൊക്കെ പോലെയുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നു. അവിടെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. സാധാരണ ഈ പിടിച്ചെടുത്ത വസ്തുക്കളൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സാധാരണ കാണാറില്ല. ഇതിപ്പോൾ ഇങ്ങനൊരു ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കൂടി വേണ്ടിയാണോ ഇതൊക്കെ നേരെ കൊണ്ട് കത്തിക്കുന്ന നടപടിയിലേക്ക് പോലീസ് പോകുന്നത്? ഈ പിടിച്ചെടുക്കുന്ന ഈ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അത് ഒരു സമയം, ഒരു കാലപരിധി, അതിന്റെ നിയമപരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെ കഴിയുന്ന സമയത്ത് ഇത്തരത്തിൽ കൂട്ടിയിട്ട് കത്തിക്കാറുള്ളതാണ്. അത് പക്ഷേ ഒരു ഓട്ട് കമ്പനിക്കാറുള്ളതാണ്. അത് പക്ഷേ ഒരു ഓട്ട് കമ്പനിക്ക് അകത്താണ് കത്തിക്കുന്നത്. നമ്മൾ സാധാരണ കരുതുന്നത് പോലെ കഞ്ചാവൊക്കെ കത്തിക്കുമ്പോൾ അതിന്റെ പുകയൊന്നും തന്നെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആ പരിസരത്തുള്ളവർക്കൊന്നും ശ്വസിക്കേണ്ടി വരില്ല. കാരണം അത് ഓട്ട് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ പുകക്കുഴൽ എന്ന് പറയുന്നത് വളരെ ഉയരത്തിലേക്കാണ്. അപ്പോൾ ആ ഉയരം കടന്ന് ഈ പുക മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഈ തൃശ്ശൂർ സിറ്റി പോലീസ് പിടിച്ച 60 കിലോ കഞ്ചാവ്, അതുപോലെ തന്നെ 134 ഗ്രാം മെത്താഫിൽ, അതുപോലെ തന്നെ ഹാഷിഷ് ഓയിൽ 390 ഗ്രാം ഹാഷിഷ് ഓയിൽ, കൂടാതെ കഞ്ചാവ് ബീഡി, ഹാൻസ് ബീഡി എന്നിവയൊക്കെ തന്നെയാണ് ഇവിടെ ഈ കത്തിക്കുന്നത്. ഈ ലഹരി ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ നിയമപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കഴിയുമ്പോഴാണ് ഇത് കത്തിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളൊക്കെ തന്നെ കത്തിക്കുന്നത്. ഇപ്പോൾ ഈ എത്രത്തോളം ഈ സമയമെടുത്ത് നമ്മൾ പിടിച്ചതാണ്, ഇതിന്റെ നിയമപരമായിട്ടുള്ള മറ്റെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ? അതെ, ഈ നമ്മുടെ ഒരു NDPS ഡ്രഗ്സ് കേസ് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാമ്പിളിങ്ങും മാജിസ്ട്രേറ്റും ഒക്കെ പോയിട്ട് അതിന്റെ എന്തൊക്കെ ഡ്രഗ്സ് പിടിച്ച ശേഷം അതിന്റെ സാമ്പിളിംഗ് ശേഷം അതിന്റെ കെമിക്കൽ പരിശോധന റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വരുന്ന ശേഷം ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റി ഒരു NDPS ആക്ട് പ്രകാരം ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഇതിൻ്റെ എല്ലാ ഡിസ്പോസലിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തെ തൃശ്ശൂർ സിറ്റി പോലീസും റെയിൽവേ പോലീസും പിടിച്ച കുറേ ഗഞ്ചാവും അതിൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ടോട്ടൽ ഒരു 58 കിലോഗ്രാംസ് ഓഫ് ഗഞ്ചാവ്, 134 ഗ്രാംസ് ഓഫ് MDMA, ഹാഷിഷ് ഓയിലും പിന്നെ കുറച്ച് ഈ തമ്പാക്കും ഗുട്ക പോലത്തെ ഐറ്റംസ് ഇന്നെല്ലാം കത്തിക്കാൻ വന്നിട്ടുണ്ട്. ഇതൊരു ബോധവൽക്കരണയുടെ ഭാഗമാണ്. ജനങ്ങളോട് പറയാൻ വേണ്ടി ഇത് ഒരു ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായിട്ട് വി ആർ പ്ലാനിങ് ദിസ് എക്സസൈസ്. ഇത് നമുക്ക് ഇടയ്ക്ക് എല്ലാ സമയം വരേണ്ടതാണ്. ബട്ട് ഇതിന്റെ ഒരു കത്തിക്കണം അതിന്റെ ഡിസ്പോസൽ എങ്ങനെ വരുന്നുണ്ട് പല ആൾക്കാർക്കും ജനങ്ങൾക്ക് സംശയമുണ്ട്. അതായതുകൊണ്ട് ഈ ഡിസ്പോസലുള്ള പ്രൊസീജറും ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കാനാണ്. ഇതിപ്പം നമ്മൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് സ്ഥിരമായി കത്തിക്കാറുള്ളതാണോ? അതെ, നമ്മളെ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സാധാരണ നടപടിക്രമമാണെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ അങ്ങനെ കാണാറില്ല. പക്ഷേ ഈ പിടിച്ചെടുക്കുന്നതും ഇത് വെച്ച് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ നടപടിക്രമങ്ങൾക്ക് ശേഷം ഈ ലഹരി വസ്തുക്കൾ, പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാറില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗം തന്നെയാണ് ഇങ്ങനെയാണ് ഇത് നശിപ്പിക്കുന്നത് എന്നതുകൂടി കാണിക്കുകയാണ് പോലീസ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത്.